സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഭാഗമായി ഈ പ്രദേശത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തീകരിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇത് അന്ത്യകാലമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാകുന്നുവെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് അല്പസമയം നമ്മളോട് സംസാരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആയിരിക്കുന്നതായ ഓട്ടോറിക്ഷ തൊഴിലാളികള്, അതുപോലെ വ്യാപാര വ്യവസായികള്, ഈ ശബ്ദ പരിധിക്കുള്ളായിരുന്നുകൊണ്ടും നമ്മെ ഏവരെയും ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യാദികള് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതെങ്ങനെയായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തൊന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാകുന്നെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നതിനുള്ളതിനെ കുറിച്ച് ഒരു സൂചന ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ലോകത്തിന്റെ അവസാന നാളുകൾ അടുക്കുമ്പോൾ ലോകവ്യാപകമായിട്ട് യുദ്ധങ്ങൾ ആരംഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുകയാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പം അവിടെ ഇവിടെ ഉണ്ടാകുമെങ്കിലും ഇതൊക്കെയും ഈറ്റുന്നതിന്റെ ആരംഭം അത്രേ. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഈ സമയം ഇടറി വീണ് അന്യോന്യം ഏൽപ്പിക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും നിന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം, ഈ ലോകത്തിന്റെ അവസാനം വരുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിനു മുമ്പായി ദൈവത്തിന്റെ വചനം ഈ ലോകത്തെല്ലാവരും അറിയുവാൻ ഇടവരണം. അപ്പോഴാണ് അവസാനം ഈ ലോകത്തിന് സംഭവിക്കുന്നത്. കാര്യം ഈ വചനം ആരും കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ആരും എന്നെ കേൾപ്പിച്ചില്ല എന്ന് പറയുവാൻ ഇടവരുന്നത്. അതിനാലാണ് ഞങ്ങൾ ഈ സന്ധ്യാസമയങ്ങളില് നിങ്ങളുടെ കോർണർ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചുകൊണ്ട് ഇതുപോലെ ഈ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്നുള്ളതായ ആ മഹത്വമേറിയതായ വചനം നിങ്ങളെ കേൾപ്പിക്കാൻ തക്കവണ്ണം അല്പസമയം ഈ പ്രദേശത്തിന്മേൽ ഏവരും ആയിരിക്കുന്നു. അതിനാൽ കടന്നു വന്നതായ എല്ലാവരെയും ദൈവനാമത്തില് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാവരെയും അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കടന്നു വന്നേക്ക് എല്ലാവർക്കും ദൈവനാമത്തില് സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ സമയം 2-3 ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. അതിനുശേഷം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുന്നതായിരിക്കും. ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹപരിതായ ഈ ദിവസത്തിൻ്റെ ഈ സായം സന്ധ്യയോടെടുക്കുന്നതായ നേരം ഈ ഗുരുശാല ജംഗ്ഷനിൽ കർത്താവേ ഇപ്രകാരം ഒരു പരസ്യയോഗം നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് അവർക്ക് സ്തുതിക്കുന്നു. കർത്താവെ, പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും അനുകൂലമാക്കിയത് നൽകണമേ. കർത്താവെ, ഈ ദേശത്ത് ആയിരിക്കുന്നതായ അവിടുത്തെ മക്കളോട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ കർത്താവ് അടിയങ്ങൾ അയച്ചതോർത്ത് അടിയങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു.
ദൂത് ഇന്ന് കേൾപ്പിക്കുന്ന അവിടെ ദാസനെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇതായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. പാട്ടുകൾ പാടുവാനുള്ള കൃപ തരണമേ. പ്രാർത്ഥനയോട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടാകണം. പ്രാർത്ഥന കേൾക്കുന്നതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരുണയുള്ള പിതാവേ, ആമേൻ. പാട്ടുപുസ്തകത്തിലെ 126 പാട്ട്, യേശു മണവാളൻ നമ്മെ ചേർക്കുവാനുള്ള പാട്ട്. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വനമേകെ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ സന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ സന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വനമേകെ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വനമേകെ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. രോഗദുഃഖങ്ങളും മരണമതും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും നീ ഭയപ്പെടാതെ. ദേവം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ സന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ സന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വനമേകെ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ, പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം
പ്രാപിക്കും പാരിൽ പത്തിലും നാമം നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇൻപാവിടാതെ കാണുന്ന നാളിൽ പ്രിയൻ സന്മുഖം ചേരുന്ന വേഗത്തിൽ ഇൻപാവിടാതെ കാണുന്ന നാളിൽ പ്രിയൻ സന്മുഖം യേശുമണവാളൻ നമ്മെ പേടുവാൻ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാവിശുദ്ധിയോടെ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസം വേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസം വേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്ക് ഒരുങ്ങിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്ക് ഒരുങ്ങിടാം. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്നോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചുരജീവരായിടുന്നേ ഒരുങ്ങിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിടാം. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തന്റെ കോമരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാം. തന്റെ കോമരൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. പ്രിയമുള്ളവരെ,
ഈ ദേശത്ത്, ഈ പുനരുത്ഥാന ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാനും പ്രകാരം അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ദൂത് നിങ്ങളെ കേൾപ്പിക്കുവാൻ ഉള്ളൊരവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നാം ദൈവവേദ പുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അന്ത്യകാലത്ത് നമ്മൾ വന്നിരിക്കുന്നു. പലവിധമായ പ്രതികൂലങ്ങൾ ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായി നമ്മോട് പറയുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കേൾപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നത്. സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ നിങ്ങളെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക്, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയ്ക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൂത് സംസാരിക്കുന്നത് സ്വതന്ത്ര സഭയുടെ ഞങ്ങളുടെ സെക്ഷൻ ആസ്ഥാനത്ത് നിന്നും ബാബു കൊച്ചപ്പി അവർ ശാബസ് ഫൂഡിൻ്റെയൊക്കെ ചുമതല വഹിച്ചുകൊണ്ട് ഈ ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ദൂത് മാറ്റമില്ലാതെ ഘോഷിക്കുന്നതായ അവിടുത്തെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ദൈവത്തിൻ്റെ ദൂത് സംസാരിക്കുവാനായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ദൈവത്തിൻ്റെ ദാസനെ ഈ സമയം പ്രാർത്ഥനയോടുകൂടെ, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൂത് ഘോഷിപ്പാൻ നിൽക്കണം ദൈവസ്നേഹത്തിൽ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സോമൻ സാറുമായിട്ടൊരു നിമിഷം പ്രാർത്ഥന. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ക്രിസ്തയേശുവിനോടുള്ള അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹവും മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സായം സന്ധ്യയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും കഥാവെ അവിടുത്തെ തിരുസന്ധ്യയിൽ അടിയങ്ങൾക്കായിരിക്കാനും എൻ്റെ ജനവുമായി അങ്ങ് ആരാധിപ്പാനും അവിടെ നിന്ന് നൽകിയ നല്ല കുതിരകൾക്കായി സ്തോത്രം. ശേഷം കഥാവെ പുരുഷാല ദേശത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് അവിടുത്തെ ദൂതവാഹകരായി അടികളെ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുമ്പോൾ ഈ ദേശത്ത് ഇന്ന് അടിയങ്ങൾ ഘോഷിപ്പിക്കേണ്ട തിരുവചന സത്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഉണർത്തുകയും അത് ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുന്ന കുടുംബക്കായി സ്തോത്രം. കാലാവസ്ഥ അവിടുന്ന് അനുകൂലമാക്കി നൽകുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി അങ്ങോട്ട് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തായിരിക്കുന്ന കഥാവ് വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാരികളും അതുപോലെ കഥാവ് ഓട്ടോറിക്ഷ തൊഴിലാളികളായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അതുപോലെ യാത്രക്കാരായി കഥാവെ സമീപത്തുള്ളവരെയും ഞങ്ങളെ ഈ വചനം അതേ കഥാവെ ദൂത് ശ്രമിക്കുവാൻ പോകണം. സമീപ അതേ ഭവനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും വഴി അമ്പലങ്ങളിലൊക്കെയുമായി കഥാവെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുനിന്ന് ഞങ്ങൾ വിളമ്പുന്ന വിത്ത് അതേ കഥാവെ അത് 30, 60, 100 മേനിയായി അത് വിളവ് നൽകുവാനും അനേകരുടെ ഹൃദയങ്ങളിൽ കഥാവെ അത് മാനസാന്തരത്തിൻ്റെ നല്ലൊരു അനുഭവമായി അത് മാറ്റപ്പെടുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇന്ന് ദൂതവാഹകനായി അങ്ങോട്ട് കൂട്ടി വരുത്തിയ അവിടുത്തെ പ്രിയപ്പെട്ട ദാസനായി പ്രാർത്ഥിക്കുന്നു. കഥാവെ പ്രിയ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കണം. തൻ്റെ നാവിൽ കൂടെ അങ്ങോട്ട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുമ്പോൾ ഈ കാലാന്ത്യത്തിൻ്റെ കഥാവെ മാറ്റമില്ലാത്ത ദൂത് ഈ ദേശത്തോട് ഘോഷിപ്പാൻ കൊണ്ട് തന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹപ്രവർത്തകരായി കൂടെയുള്ള അടിയങ്ങളെല്ലാവരെയും വിഗ്രഹങ്ങളോട് വായിക്കണം. നല്ല പാട്ടുകൾ പാടുവാൻ കൊണ്ട് തന്നെ പ്രിയമക്കളെ അവിടെ മികച്ച നോക്കുന്ന സ്തോത്രം. ശേഷം കഥാവെ ഞങ്ങളുടെ വചനഘോഷണത്തിനായി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഇടയങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ നടത്തിപ്പും കാവലും കൂടി ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുകയും ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യമാണെന്ന് പകർന്ന് എല്ലാവർക്കും വേണ്ടുന്ന നന്മകളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മൊത്തം അവിടത്തേക്ക് നൽകുന്നു. ചോദിച്ചത് ചുരുക്കമാണ്, അധികം നന്മകളാൽ നിറയ്ക്കുമാറണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുമ്പോൾ വലിയ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗപിതാവേ, നല്ല ദൈവമേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും ഈ സന്ധ്യയിൽ വചന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. നിന്റെ വചനം കാലന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ തേൻ ചട്ടയിലും മധുരമുള്ള വചനം ഈ സമയം കേൾക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ശ്രദ്ധിക്കുവാനെ കൊണ്ട് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ദാസന് ഈ ദൂത ഘോഷിപ്പാനായിട്ട് ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. ബാബു കൊച്ചിപ്പേർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നതാകട്ടെ. പരിശുദ്ധം പരിഭാവനമായ ഒരു വിശുദ്ധ ശബ്ദത്തിന്റെ
ഈ വൈകവേളയിൽ ചരിത്ര പ്രസിദ്ധമായ ഈ പുനൂർ ദേശത്ത് ദൈവത്തിന്റെ വചനങ്ങൾ, അതിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഘോഷിപ്പാനായിട്ട് അഖില ലോക സെവന്ത് അഡ്വന്റിസ്റ്റ് സഭയുടെ പ്രത്യേക സൗത്ത് കേരള സെക്ഷൻ കാരക്കോണം സർക്കിളിന്റെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നല്ല നാഥൻ നമുക്കായി നൽകിയ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയും. ലോകവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓരോ ദിവസം കാണുകയും കേൾക്കുകയും മാത്രമല്ല അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ ആ വാർത്താ ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയാനകമായ ഒരു വിധം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നനയാത്ത നേരങ്ങളിൽ നനയ്ക്കാത്ത ചില വിഷയങ്ങൾ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഭൂമിയിലെ ഉന്നതന്മാരും പ്രഭുക്കന്മാരും മന്ത്രിമാരും സകല ആളുകളും ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്ത് രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ ഉറ്റുനോക്കി ഭയവികലരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രിയ ദൈവജനമേ, ഈ പുനൂർശാല പ്രദേശത്തുള്ളതായ ഞങ്ങളുടെ സഹോദര സഹോദരന്മാരും സ്നേഹനിധിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഏവരും ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ യേശു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കാം, ക്രിസ്ത്യാനികളായിരിക്കാം, അല്ലാത്തവരുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ ബൈബിൾ പ്രവചനങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ ചില വ്യക്തികൾക്ക് ഇന്ന് 2 രാജ്യങ്ങളായി യുദ്ധങ്ങൾ ആരംഭിച്ചത് ഇന്ന് 10, 12, 13 രാജ്യങ്ങളിലൂടെ യുദ്ധങ്ങൾ കടന്നു കയറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി 1000-ലധികം ആളുകൾ മരണപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അവര് കരുതി വെച്ച സാധനങ്ങൾ പോലും പെട്ടി പോലും എടുക്കാൻ കഴിയാതെ പലായനം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ നാട്, വീട്, ഉറ്റവര്, സുഹൃത്തുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകള് അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരമുള്ള സംഭവം നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നേരത്തെ നമ്മുടെ കർത്താവിന്റെ ദാസൻ പാഷ രാജു അദ്ദേഹം ആരംഭത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ സംഭവങ്ങൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും ക്ഷാമവും ഭൂകമ്പവും അവിടവിടങ്ങളിൽ ഉണ്ടാകും, പകർച്ചവ്യാധികളും അസംഖ്യമായ സംഭവങ്ങളും ലോകവ്യാപകമായി ഉണ്ടാകുമെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ ലോകം അവസാനത്തിനും മറ്റിതര സംഭവങ്ങൾക്കും അവസാനം എന്ത് എന്ന് ശിഷ്യന്മാര് കർത്താവായ യേശുവിനോട് ചോദിക്കുമ്പോൾ താരമനാഥനായ ക്രിസ്തുനാഥൻ അവരോട് പറയുന്നതായ സംഭവങ്ങളാണ്, അത് വരാൻ പോകുന്ന സംഭവങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ തുടർന്നതായ ഭാഗങ്ങൾ മുഴുവൻ അതിന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, ഇതെല്ലാം ഈ നമ്മുടെ കൺമുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രവചന നിവൃത്തികളാണ്. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ക്ഷാമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാൻ കഴിയാതെ പോയി. അനേക സംസ്ഥാനങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ ഗ്യാസ് മറ്റു കാര്യങ്ങൾ ലഭിക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടൽ, മറ്റു റെസ്റ്റോറന്റുകൾ എല്ലാം അടച്ചുമുട്ടുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടുവാൻ കഴിയാതെ ഇന്ന് ആളുകൾ പരക്കം പാഞ്ഞ് ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്ത് വരുവാനുള്ള കാരണമെന്താ? ഇങ്ങനെയായിരുന്നല്ലോ 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്താ ഇങ്ങനെ വരുവാനുള്ള കാരണം? ഈ കാരണങ്ങളെ കുറിച്ച് സത്യവേദ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്ന നിത്യസത്യങ്ങൾ ലോകവ്യാപകമായി ഇന്ന് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ? ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കാം. ഏതാണ്ട് 214 രാജ്യങ്ങളിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഇന്ന് ലോകവ്യാപകമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. 218 രാജ്യങ്ങളിലൂടെ ദൈവവചനം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. 1000-അല്ല 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ട് നിത്യമായ സുവിശേഷങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മാനസാന്തരപ്പെട്ട് അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് വിശുദ്ധ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശബദ് ആരാധിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് ദൈവസഭയുടെ അംഗങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല, സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്താണ് ലോകത്തോട് പ്രസംഗിക്കുന്നത്, എന്താണ് ലോകത്തോട് അറിയിക്കുന്നത്? സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഒരേ ഒരു സത്യം മാത്രമേ അറിയിക്കാനുള്ളൂ. കാരണം കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം നമ്മൾ വായിക്കും. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥ സത്യം അറിഞ്ഞ് ആ സത്യം മറ്റുള്ളവരോട് പ്രസംഗിക്കുക, അറിയിക്കുക, ഈ ഒരു ദൗത്യമാണ് അഖില ലോക സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഇന്ന് എടുത്തിരിക്കുന്ന വലിയ തീരുമാനം. ഏതാണ്ട് ഞങ്ങളിന്ന് കാരക്കോണം സർക്കിളില് ഏതാണ്ട് 10-30-35 സ്ഥലങ്ങളില് ഞങ്ങൾ ദൈവത്തിന്റെ സത്യവചനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇന്ന് ഈ ചരിത്ര പ്രസിദ്ധമായ ഈ പുലൂർശാലയിലും ദൈവത്തിന്റെ സത്യം അറിയിക്കുന്ന കൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരല്പസമയം നിങ്ങൾ ഒന്ന് ചെവി കോർക്കണം. അല്പസമയം നിങ്ങൾ നിൽക്കുക. ദൈവത്തിന്റെ വചനം നാളെ ഒരുപക്ഷെ കേട്ടില്ല എന്ന് പറയുവാൻ ഇടയായി തീരേണ്ടതിന് ദൈവത്തിന്റെ വചനം അല്പസമയം കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ എന്താണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ? ഇത് ഒരു അല്പസമയം പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ ശനിയാഴ്ചയെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ശബദ് ആരാധിക്കുന്നത് എന്നുള്ള കാര്യം അടിവരയിട്ട നമുക്ക് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കും. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വായിച്ചാട്ടെ. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവം തന്റെ പ്രവർത്തികൾ എന്ന പോലെ ആ പ്രവർത്തികൾ നിവർത്തിച്ചിട്ട് എന്താണ് പ്രവർത്തനം നിവർത്തിച്ചത്? ഇങ്ങനെ ആകാശവും ഭൂമിയും അവയുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞ് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം ആകാശവും ഭൂമിയും ഭൂചരാചരങ്ങളും 6-ാം ദിവസം മനുഷ്യനും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടർന്നുള്ള ഭാഗങ്ങളോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന് 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: ശബദാനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും.
വായിച്ച ഭാഗം 6 ദിവസം അധ്വാനിച്ചതിന്റെ 6 ദിവസം അധ്വാനിച്ചതിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ മൃഗങ്ങൾ പോലും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. പടിവാതിൽക്കകത്തുള്ള പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. കാരണം 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസം സ്വസ്ഥാനായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ 7-ാം നാളിനെ ഒരു വിശ്രമ ദിവസമായി അല്ലെങ്കിൽ ഒരു ശബത ദിനമായി, ശബദിന് വിശ്രമ ദിവസം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ യഹോവയായ ദൈവം 6 ദിവസം കൊണ്ടാണ് സകലവും എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. 7-ാം ദിവസം നിവർത്താനായി തീർന്നു. അന്ന് ദൈവത്തോടൊപ്പം ദൈവജനങ്ങളും സൃഷ്ടാവായ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണമെന്ന് വേദപുസ്തകം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ 6 ദിവസമേ അധ്വാനിക്കാവൂ. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ വിശുദ്ധ ശബദ് അല്ലെങ്കിൽ വിശ്രമ ദിവസമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് അത് എബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ടാരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടത് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഏതിൽ പ്രവേശിക്കുവാൻ? അതാണ് 9-ാം വാക്യം വായിക്കുമ്പോൾ ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം ശേഷിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം ആകാശം ഭൂമിയും സകല ജരാജുകൾ സൃഷ്ടിച്ചത് കൊണ്ട് ആ ദൈവമായ കർത്താവ് നമ്മുടെ രാജാതിരാജാവും കർത്താവുമാകയാൽ പ്രജകളായ നാം ആ ദിവസം ദൈവത്തെ ആരാധിക്കേണ്ടതാണ് എന്ന് വേദപുസ്തകത്തിൽ ശക്തമായി നമ്മളോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാനിലൂടെ കർത്താവായ യേശു സംസാരിച്ചത്. യോഹന്നാൻ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും. സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങൾ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ പ്രിയ ദൈവജനമേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കള്, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവര് അവരാരെ ആരാധിക്കണം, എപ്രകാരം ആരാധിക്കണം, ഏത് ദിവസം ആരാധിക്കണമെന്ന് വേദപുസ്തകം ശക്തമായി പറയുമ്പോൾ ഇന്ന് മനുഷ്യ നിർമ്മിതമായ ആരാധനകളിലൂടെ, മാനുഷികമായ കൽപ്പനകളിലൂടെ ദൈവത്തെ അവര് യഥാർത്ഥമായി ആരാധിക്കേണ്ടതിന് പകരം വ്യർത്ഥമായി അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ ലോകവ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലം എന്താ സംഭവിക്കുന്നത്? അരിഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാരകമായ രോഗങ്ങളും അതുപോലെ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും രാജ്യത്തോടും ക്ഷാമവും ഭൂകമ്പവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും അനർത്ഥങ്ങളും ആപത്തുകളും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും കൽപ്പന ലംഘനങ്ങളും ഒക്കെ ഭൂമിയിലേക്ക് കടന്നു വന്ന് അധർമ്മം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം ലോകത്തിലേക്ക് വ്യാപരിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ ദൈവസ്നേഹം തണുത്തുപോയി. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയാൻ കഴിയാതെ, യഥാർത്ഥ ദൈവം ആരെന്നറിയാൻ കഴിയാതെ അനേക ആളുകൾ ഇന്ന് മിഥ്യമായി ആരാധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കർത്താവിന്റെ വചനത്താൽ ഇപ്രകാരം നമ്മളോട് പറയുന്നത്, ആകയാൽ കഴിഞ്ഞാൽ കർത്താവ് തന്നെ ഈ ഭൂമിയിൽ നമുക്കൊരു മാതൃക വെച്ചു പോയി. ലൂക്കോസ് 4-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ ദൈവം നമുക്കൊരു മാതൃക വെച്ചു പോയി. ആ 1-ാമത്തെ മാതൃകയാണ് ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 16-ാം വായിച്ചാൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകളില്ലാതെയും ചെറിയ അസുഖം കണ്ടുപിടിക്കുവാൻ അവൻ വളർന്ന വസ്ത്രത്തിൽ വന്നു ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ശബദിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന്
പള്ളിയിൽ പോകുന്നത് ആരാധിക്കാൻ വേണ്ടിയാ പള്ളിയിൽ പോകുന്നത്. അവിടെ കാഴ്ചകൾ കാണുവാനല്ല നമ്മൾ ദൈവാലയത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ, യേശുക്രിസ്തു ഏത് ദിവസമാണ് പള്ളിയിൽ പോയത്? യേശുക്രിസ്തു നമ്മുടെ ദൈവമാണെമെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ മാതൃകയാണെമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ആദർശം പ്രസംഗിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ സ്വഭാവ രൂപീകരണത്തിൽ നാം ആയിത്തീരണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മാതൃകയെ നാം 7-ാം ദിവസം എന്ത് ചെയ്തു? നിവർത്താനായി തീർന്നു. ഒരു വിശ്രമ ദിവസമാണ് 7-ാം ദിവസം. ആ വിശ്രമ ദിവസത്തെ ശബദ എന്ന് വിളിക്കുന്നു. ഈ ശബദനുഷ്ഠിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കും. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവമുണ്ട്. ഈ ഒരൊറ്റ വാക്യം മതി ദൈവമക്കളെ. ദൈവത്തെ ആരാധിക്കുന്ന ആ ദൈവമക്കൾ ആരെന്നും ദൈവത്തെ ആരാധിക്കാത്ത മക്കൾ ആരല്ല എന്നും ഈ ഒരൊറ്റ വാക്യം മതി. ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ ശബദ ആരാധിക്കും, അവരെ ശബദനുഷ്ഠിക്കും. ജീവനുള്ള ദൈവത്തെ അവർ ആരാധിക്കും. അപ്പൊ ഇപ്രകാരമുള്ളതായ വ്യാജ ആരാധന ലോകവ്യാപകമായി കടന്നുകൂടി. ദാനിയേൽ പ്രവചനം അതിന്റെ 7-ാം അധ്യായം 25, 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിന്റെ യഥാർത്ഥമായി ആരാധിക്കുന്ന പകരം ദൈവകൽപ്പനകളെല്ലാം തച്ചുടച്ചിട്ട വ്യാജ ആരാധനകൾ ലോകവ്യാപകമായി കടത്തിവിടുകയും അങ്ങനെ ദൈവനിർമ്മിതമായ ദൈവത്തിന്റെ കൽപ്പനകളെ ഇല്ലാതാക്കുകയും മനുഷ്യനിർമ്മിതമായ കൽപ്പനകളിൽ മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് ലോകവ്യാപകമായി പാപം വിതയ്ക്കുവാനിടയായി തീർന്നു കഴിഞ്ഞു. ആ പാപമംഗലമായി ലോകത്ത് ഇപ്രകാരം ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട് മനുഷ്യരെല്ലാം പാപികളായി തീരുകയും ഇന്നും അതിൽ നിന്ന് മോചനം നേടുവാൻ കഴിയാതെ ഇന്നും വ്യാജ ആരാധനയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഹോവയായ ദൈവപ്രകാരം പ്രഖ്യാപിക്കുന്നു. എഗസ്കേലിന്റെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ വേദപുസ്തകത്തിൽ യഹോവയായ ദൈവം പ്രഖ്യാപിക്കുന്നത്, എഗസ്കേൽ 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹോവ, ഞാൻ ലോകത്തെ ദൈവമക്കളെ വിശദീകരിക്കുന്ന യഹോവ എന്ന് അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാം, എനിക്കും അവർക്കും മധ്യ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബദങ്ങളെയും ഞാൻ എന്റെ ശബദ, എന്റെ ഒരു വിശ്രമ ദിവസം, എന്റെ ഒരു ശബദ ലോകത്തിലുള്ള ജനതയ്ക്ക് നൽകി. അപ്പൊ ദൈവത്തിന്റെ അടയാളം, ദൈവം നൽകിയതായ അനുഗ്രഹിച്ചതായ ദിവസം, ദൈവത്തിന്റെ കൽപ്പനകൾ നൽകിയതായ ആ വിരലുകളാൽ കൊണ്ട് എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ 10 കൽപ്പന ലോക മനുഷ്യൻ അനുസരിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ കരങ്ങളാൽ എഴുതപ്പെട്ട 10 കൽപ്പന അവന് കൊടുത്തു. ആ കൽപ്പന ഇപ്രകാരമാണ്. ദൈവത്തിന് ന്യായപ്രമാണമെന്ന് പറയുന്നുണ്ട്. അത് 1-ാമത്തെ കൽപ്പന ഇപ്രകാരമാണ്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകുന്ന. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് നേരത് ഉണ്ടാകരുത്. 2-ാമത്തതായ കൽപ്പന ഇപ്രകാരം പറഞ്ഞു, യാതൊരു വിഗ്രഹത്തെയും നേരത് ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ തുടർന്നു വരുന്നതായ കൽപ്പനകളിലൂടെ ദൈവം ഈ കൽപ്പന എഴുതുവാൻ കാരണം തന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടതായ ആ കൽപ്പന തന്റെ കരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യന് തന്റെ കരം കൊണ്ട് തന്നെ എഴുതണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ എഴുതി കൊടുത്തതായ ഒരു കൽപ്പന, സ്തോത്രം, മനുഷ്യന് നൽകപ്പെട്ടു. ഈ 10 കൽപ്പനയിലൂടെ ആരും സ്വർഗത്ത് പോകുന്നില്ല. പകരം പാപത്തിന്റെ പരിജ്ഞാനം അത്രേ കൽപ്പന നൽകുന്നത്. കാരണം പാപിയായ ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ അവന് കൽപ്പനയെ കുറിച്ചൊരു ഭാവബോധമുണ്ടാകണം. ലോകത്തോടുന്ന അനേക ആളുകളും അനേക പ്രവാചകന്മാരും അനേക ദൈവത്തിന്റെ ദാസന്മാരും വിളിച്ചറിയിക്കുന്ന കൽപ്പനകളെല്ലാം നീങ്ങിപ്പോയി. കൽപ്പന നീങ്ങിയെങ്കിൽ ഇവിടെ പാപമില്ല. പാപമില്ല എങ്കിൽ അവനെ രക്ഷിപ്പാൻ ക്രിസ്തുവിന്റെ ആവശ്യവുമില്ല. ഹല്ലേലൂയ. അപ്പൊ കൽപ്പന നീങ്ങിപ്പോയെങ്കിൽ ഇവിടെ പാപമില്ല. പാപമില്ല എങ്കിൽ പിന്നെ ഇവിടെ ക്രിസ്തുവിന്റെ ആവശ്യമില്ല, ക്രിസ്തുവിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ദൈവമക്കളാണല്ലോ. പക്ഷേ കൽപ്പനയിലൂടെ ആരും സ്വർഗത്തിൽ പോകുന്നില്ല. പാപത്തിന്റെ പരിജ്ഞാനം അത്രേ കൽപ്പനയിലൂടെ നമുക്ക് നൽകുന്നത്. കൽപ്പന ലംഘിയായ മനുഷ്യൻ കൽപ്പനയെ നോക്കുമ്പോൾ ആ 10 കൽപ്പന അടങ്ങിയിരിക്കുന്നതെല്ലാം ഞാൻ ലംഘിച്ചു,
ആ 10 കൽപ്പന ലംഘിച്ചിരിക്കുമ്പോൾ അയ്യോ ഞാൻ വലിയൊരു ഭാവിയായി, ഈ പാപത്തിൽ നിന്ന് ആരെ വിടുവിക്കും? നിന്നെ വിടുവിക്കുന്നത് വലതുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത്. കൽപ്പന ലംഘനം പാപമാണ്. പാപം വിടുവിപ്പാൻ ക്രിസ്തു നിന്റെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് കൽപ്പന ലംഘിച്ചുകൊണ്ട്, കൽപ്പനയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഓരോ മനുഷ്യരും ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. അപ്പൊ കൽപ്പന ലംഘിച്ചുകൊണ്ട്, ശബത്തിനെ ലംഘിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ, യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ ഓരോ മനുഷ്യനും ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നതല്ല എന്ന് വേദപുസ്തകം ഇപ്രകാരം. കാരണം വെളിപാട് പുസ്തകം 14-12 വാക്യം പറയുന്നുണ്ട്. എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടാണ് സ്വർഗത്തിലാവുക. അപ്പൊ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ വെളിപാടുകാരനായ യോഹന്നാനിലൂടെ കർത്താവായ യേശുക്രിസ്തു അറിയിച്ചിരിക്കുന്നത് ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. യേശുക്രിസ്തു അരുളി ചെയ്തതുപോലെ യേശുക്രിസ്തുവിനാൽ നിർമ്മിക്കപ്പെട്ടതായ ഭൂമി അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് വലിയൊരു ശക്തി ലോകത്തിലേക്ക് വന്നു. അതാണ് ദാനിയേൽ പ്രവചനം അതിന്റെ 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ ശക്തി വരുന്നുണ്ട്. ആ ശക്തി സമയങ്ങളെയും നിയമങ്ങളെയും ദിവസങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ആ ഒരു വലിയ ശക്തി എന്ത് ചെയ്യുന്നു? നിയമത്തെ മാറ്റും, സമയത്തെ മാറ്റും, ദിവസത്തെ മാറ്റും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിൽ ഇപ്പോൾ വായിക്കുക. 9-ാം അധ്യായം ദാനിയേൽ പ്രവചനം 7, 8, 9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വായിക്കാം. അതിന്റെ 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, ദാനിയേൽ പ്രവചനം 9-ാമത്തെ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത്യുന്നതന് വിരോധമായി ബമ്പ് പറയുകയും ആ വലിയ ശക്തി അത്യുന്നതന് യഹോവയായ ദൈവത്തിന് വിരോധമായി ബമ്പ് പറയുകയും അവൻ ബമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ യേശുക്രിസ്തുവിന്റെ എതിരായി അവരെ വിശുദ്ധന്മാരെ ഒഴുകിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയത്തെ മാറ്റും, നിയമത്തെ മാറ്റും. നിയമം എന്താണ്? ദൈവത്തിന്റെ 10 കൽപ്പന. അതാണ് ദൈവത്തിന്റെ നിയമം. ആ കൽപ്പന മാറ്റി. പിന്നെ സമയം മാറ്റി. രാത്രി 12 മണി മുതൽ 12 മണി വരെ എന്ത് ചെയ്തു? സമയം കൊണ്ടുവന്നു. യേശുക്രിസ്തുവിന്റെ കലണ്ടർ അല്ലെ യഹൂദന്മാരുടെ കലണ്ടർ സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസമാണ്. പക്ഷേ ഈ വലിയൊരു ശക്തിയാണ് മാറ്റിയത്. രാത്രി 12 മണി മുതൽ പാതിരാത്രി 12 മണി മുതൽ ഇന്ന് സമയം കൊണ്ടുവന്നു. ഇത് മനുഷ്യനിർമ്മിതമായ സമയമാണ്. ദൈവത്തിന്റെ സമയം സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസമാണ്. അതിനെ മാറ്റി. രണ്ടാമത് നിയമത്തെ മാറ്റി. എന്താണ് നിയമം? ദൈവത്തിന്റെ 10 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന 4-ാമത്തെ കൽപ്പന മാറ്റി. എന്താണ് ആ 4-ാമത്തെ കൽപ്പന? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന കൽപ്പന അവിടുന്ന് അടിച്ചുടച്ച് മാറ്റിയിട്ട് ഞായറാഴ്ച ആചാരം സ്വീകരിക്കണമെന്ന് ആ വലിയ ശക്തി അവിടെ കൊണ്ടുവരുവാൻ കാരണമായി. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന കൽപ്പന മാറ്റിയിട്ട് പകരം ഞായറാഴ്ച ആചാരം അവിടെ സ്ഥാപിതമായി. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിനെതിരായി വമ്പ് പറയുന്ന ഒരു ശക്തി അവൻ സമയത്തെ മാറ്റും, അവൻ ദിവസത്തെ മാറ്റും ഒക്കെ. വേദപുസ്തകത്തിൽ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 23, 25 തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിനെതിരായി ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി ഒരു വലിയ ശക്തി ഉണ്ടാകും. മറ്റൊന്നുമല്ല, അത് റോമ സാമ്രാജ്യം എന്നൊരു ശക്തിയാണ്. ആ ശക്തിയാണ് നിയമത്തെ മാറ്റിയത്. ഞായറാഴ്ച ആചാരം കൊണ്ടുവന്നത് പോലും അവർ തന്നെയാണ്. ഇന്ന് അനേക ക്രിസ്ത്യാനികളും ഈ ഞായറാഴ്ച ആരാധനയിലേക്ക് കടന്നു പോകുന്നു. ഈ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഞായറാഴ്ച ആരാധിച്ചതായിട്ടോ കർത്താവായ യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ അന്ന് ജീവിച്ചിരുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഞായറാഴ്ച ആരാധിച്ചതായിട്ട് വേദപുസ്തകത്തിൽ യാതൊരു തെളിവും ഇന്ന് വരെ ആർക്കും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. 125 വർഷങ്ങൾ കഴിയുകയാണ്. എന്നും ഏതാണ്ട് അനേക വർഷം കഴിഞ്ഞു. ഇന്നും ആ ഞായറാഴ്ച ആരാധനയാണ് യഥാർത്ഥ സത്യമെന്ന് തെളിയിക്കുന്നവന് എന്നും വലിയ സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. ഓരോ മനുഷ്യനും ആ സത്യം തെളിയിക്കുവാൻ
കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ കഴിയുവാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു നിയമം യേശു കൊണ്ടുവന്നിട്ടില്ല. അത് ശിഷ്യന്മാര് കൊണ്ടുവന്നിട്ടില്ല, അപ്പോസ്തലന്മാര് കൊണ്ടുവന്നിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുക, എബ്രായർ 4:9 ആകയാൽ ദൈവത്തിന്റെ ജനത്തിൽ ഒരു ശബ്ദാനുഭവം ശേഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യം നമ്മൾ വായിക്കും. തന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? പ്രവൃത്തി 6 ദിവസം കൊണ്ട് ആകാശം ഭൂമിയും ഭൂജരാജനും സകല സൃഷ്ടിയും സൃഷ്ടിച്ചത് കൊണ്ട് തന്റെ സകല പ്രവൃത്തിയിൽ നിന്നും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിലൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്, അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിലൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ നാം സ്വസ്ഥതയാകുന്ന വിശുദ്ധ ശബ്ദത്തിലേക്ക് നാം എന്ത് ചെയ്യണം? പ്രവേശിക്ക എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. ലോകവ്യാപകമായൊരു വലിയ മൃഗമുണ്ട്. ആ മൃഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു മൃഗം എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഏത്? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 7-ാം അധ്യായം അതിന്റെ 23-ാം അധ്യായം തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 4-ാമതായി ഉത്ഭവിക്കാൻ പോകുന്ന ഒരു മൃഗമുണ്ട്. അത് റോമാ സാമ്രാജ്യമാണ്. ഈ റോമാ സാമ്രാജ്യം ലോകത്തെ കീഴ്മേൽമറിക്കുവാൻ, ലോകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, സകല ജനത്തെ വഞ്ചിപ്പാനായിട്ട് ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി അവനൊരു ഞായറാഴ്ച ആരാധനയ്ക്ക് പ്രവേശിച്ചു. അനേക ആളുകളും അതിലൂടെ കടന്നുവെക്കണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിനെ വരവേറ്റം അടുത്തിരിക്കുന്നു. പ്രവചനങ്ങൾ നിവർത്തിയിടുന്നതോടും രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും ആമേൻ ആ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന അഖില ലോക സ്വതന്ത്ര സഭയോട് ഒരു വലിയ ദൂത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം വരും. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? ഇതെന്ന് പലർക്കും അറിയാൻ കഴിയുന്നില്ല. സേവകരുടെ സഭയ്ക്കല്ലാതെ മറ്റൊരു സഭയ്ക്കും അറിയാൻ കഴിയുന്നില്ല. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷമാണോ? മർക്കോസിന്റെ സുവിശേഷമാണോ? അതോ ലൂക്കോസിന്റെ സുവിശേഷമാണോ? യോഹന്നാന്റെ സുവിശേഷമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് രാജ്യത്തിന്റെ ഈ സുവിശേഷം എന്താണ്? ആ രാജ്യത്തിന്റെ സുവിശേഷം, ആ സുവിശേഷമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6 മുതലുള്ളതായ 3 മാലാഖമാരുടെ ദൂതുകൾ. ഇതാണ് നിത്യ സുവിശേഷം. ഇതാണ് എവർലാസ്റ്റിംഗ് ഗോസ്പൽ. ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ദൂതൻ ആകാശമധ്യേ പറക്കുന്നവരുണ്ട്. എന്താണ് ദൂതൻ എന്ന് പറഞ്ഞ? ദൂത് പറയുന്നവൻ. ആകാശമധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനുമായി അറിയിക്കുന്നതായ ഒരു ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആകാശമധ്യ പറക്കുന്ന ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായുള്ളവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. കണ്ടു. എന്നേക്കുമുള്ളതായ ഒരു നിത്യ സുവിശേഷം അവന്റെ പക്കലുണ്ടായിരുന്നു. എന്താണ് സുവിശേഷം? ദൈവത്തെ ഭയപ്പെടണം. അവന് മഹത്വം കൊടുപ്പേൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവന് നമസ്കരിപ്പീനമെന്ന അത്യുത്തത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെയാണ്? ആകാശം ഭൂമിയും നീരുറവുകളും സൃഷ്ടിച്ചവന് നമസ്കരിപ്പീരെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചുവല്ലോ, ദൈവത്തിന്റെ സ്വന്തം കരങ്ങളാൽ എഴുതപ്പെട്ടതായ 10 കൽപ്പനയുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 20-ാമത്തെ 1 മുതൽ 18 ഭാഗങ്ങളിൽ. അതിൽ 4-ാമത്തെ കൽപ്പന 8-ാം വാക്യം പ്രകാരം എന്താണ്? 8-ാം വാക്യം, ശവദാന ശുദ്ധി ഓർക്കുക, നീ 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അതിന് താഴ്ത്തു വായിക്കുമ്പോൾ 6 ദിവസം ഉണ്ടല്ലോ യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവണം സൃഷ്ടിച്ചത്. അപ്പൊ ഈ 4-ാമത്തെ കൽപ്പന, ആകാശവും ഭൂമിയും ഉണ്ടാക്കപ്പെട്ട ദൈവം ആരെ എന്ന് വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു കൽപ്പന 4-ാമത്തെ കൽപ്പനയാണ്.
അന്യ ദൈവങ്ങളിൽ നിന്ന് ജീവനുള്ള ദൈവം ആരെന്ന് വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു കൽപ്പന, നാലാമത്തെ കൽപ്പനയാണ്. അത് സൃഷ്ടിയുടെ സ്മാരകമായി ഇന്ന് ലോക മനുഷ്യൻ നൽകിയിരിക്കുന്നു. ഈ കൽപ്പന അനുസരിപ്പാൻ ദൈവം ഇന്ന് ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ലോകവ്യാപകമായ ഒരു വലിയ മൃഗം, സ്തോത്രം, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25 മുതലുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ ശക്തി, ഒരു വലിയ മൃഗത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഒരു മൃഗമെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് 4ാമതായി ഉത്ഭവിക്കുന്ന രാജ്യം തന്നെയാണ്. ഈ രാജ്യം ചുരുക്കി പറയേണ്ട, പബ്ലിക്കായിട്ട് പറയുന്ന റോമ സാമ്രാജ്യം തന്നെയാണ്. ഈ റോമ സാമ്രാജ്യമാണ് ഞായറാഴ്ച ആചാരം ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ ആരും അല്ല. ഈ ദിവസം കൊണ്ട് യേശുക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു 40 ദിവസത്തോളം ഭൂമിയിലുണ്ടായിരുന്നു. 500 പരം ആളുകൾക്ക് പ്രത്യക്ഷമായി. ഈ 40 ദിവസമാകുമ്പോൾ 5 ആഴ്ചകളുണ്ട്, അല്ലേ? ഈ 40 ദിവസമുണ്ട്, 5 ആഴ്ചകളുണ്ട്. ഈ 5 ആഴ്ച ഒരു ദിവസം പോലും ഞായറാഴ്ച ആരാഴ്ചയുടെ വേദപുസ്തകത്തിൽ യാതൊരു തെളിവുമില്ല. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് പോലും 5 ആഴ്ചകളുണ്ട്. അതിൽ ഒരു ദിവസം പോലും ശബദാരാശയായിട്ട് യാതൊരു രേഖമില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ 2-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അത് 2-ാം വാക്യം വായിക്കുമ്പോൾ, ശബദിൽ പൗലോസ് പതുപോലെ അവരുടെ അടുക്കൽ ചെന്നു. ഒരു ദിവസമോ 2 ദിവസമോ 1 ദിവസമല്ല, പിന്നെയോ പൗലോസ് പതുപോലെ അവരുടെ അടുക്കൽ ചെന്നു. 3 ശബദിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് പ്രസംഗിച്ചു. അവിടെ ചെന്ന് പ്രസംഗിച്ചത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഞായറാഴ്ച സ്ഥാപിച്ചെന്ന് പറയുവാനല്ല പോയത്. പിന്നെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് വിളിച്ചു പറയുവാനാണ് ശബദിൽ പള്ളിയിൽ പോയത്. ഹല്ലേലൂയ. അല്ലാതെ മറ്റൊരു ദിവസം മാറ്റിയെന്ന് പറയുവാനോ മറിച്ചെന്ന് പറയുവാനോ നിയമം മാറ്റിയെന്ന് പറയുവാനല്ല പോയത്. പിന്നെയോ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്നും ആ യേശുക്രിസ്തു വിശ്വസിക്കണമെന്നും പറയുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ദേവാലയത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തു വേഗം വരാൻ പോകുകയാണ്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത്, അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ, ആർക്കുവാൻ കഴിയും? യേശുക്രിസ്തുവിന്റെ അനന്തകൊണ്ട് ദൈവദൂതന്മാരുമായി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഒരു വലിയ ന്യായവിധി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ AD 321 ഞായറാഴ്ച ആചാരം പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഞായറാഴ്ച ആചാരം സ്വീകരിക്കാത്ത ആളുകളെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന വർഷം AD 538 മുതൽ AD 1798 വരെ ദൈവത്തിന്റെ ശബദനുഷ്ഠിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ കൊല്ലാക്കൊല ചെയ്യുവാനിടയായിട്ടൊന്നു കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വേദപുസ്തകത്തിനകത്ത് ഞായറാഴ്ച യാതൊരു പ്രാധാന്യമില്ല. യേശുക്രിസ്തു വരുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കാൻ ചേർപ്പാൻ യേശു വരുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സത്യവേദ പുസ്തകത്തിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. പകരം വിശുദ്ധ ശബദ ആരാധിക്കണമെന്നുള്ള പ്രാധാന്യം വേദപുസ്തകം നൽകുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, അവനെ നമസ്കരിപ്പീൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൂതൻ നിങ്ങളോട് പറയുന്നു. വെളിപാട് ദിവസം 18-ാം 4-ാം വാക്യം വായിക്കുമ്പോൾ ആ വലിയ ശക്തിയായ വലിയ മൃഗമായ റോമ സാമ്രാജ്യം ഇന്ന് ഞായറാഴ്ച ആചാരങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അതേ സ്തോത്രം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഇന്ന് ലോകമായി വ്യാപകമായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നത്, വെളിപാട് ദിവസം 18-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, എന്റെ ജനമായുള്ള ദൈവങ്ങളുടെ പാപങ്ങളിൽ കൂട്ടാളികളായ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളിയായ, അവരുടെ ബാധകളിൽ ഓഹരിക്കാതെ അവരുടെ ബാധകളിൽ ഓഹരിക്കാരും ആകാതിരിപ്പാൻ വിട്ടുപോരുവിൻ, ആ ഞായറാഴ്ച പള്ളികളെ വിട്ടുപോരുവീൻ എന്ന് അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
ആ അവൾ എന്ന് പറഞ്ഞ എന്താണ്? സഭയാണ്. അവളെ വിട്ടു പോരുവിൻ. ഞായറാഴ്ച ആചാരങ്ങളെ കൂട്ടങ്ങളെ വിട്ടു പോരുവാനായി ദൈവകൽപ്പന യേശുക്രിസ്തു നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവമക്കൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂന്നും വേദപുസ്തകം വളരെ വ്യക്തമായി പറയുമ്പോൾ, ലോകവ്യാപകമായി നാലാമത് ഉത്ഭവിക്കുന്നൊരു മൃഗമുണ്ട്, 7 തലയും 10 കൊമ്പുള്ള മൃഗം. ആ മൃഗമാണ് സമയത്തെ, നിയമത്തെയും ദിവസത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. അവനൊരു ആലയമുണ്ട്, അവനൊരു സഭയുണ്ട്. ആ സഭയെക്കുറിച്ച് വെളിപാട് പുസ്തകം 17-ാമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പെരുവെള്ളത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പെരുവെള്ളത്തിൽ, എന്നാൽ ലോകവ്യാപകമായി നിറയപ്പെട്ട ജനത്തിനിടയിൽ നിൽക്കുന്ന ഒരു സഭയാണ്. ആ സഭയെ കുറിച്ച് പറയുന്നത്, അവൾ എന്തൊക്കെ ധരിച്ചിരിക്കുന്നത്? അവൾ പൊന്നും മുത്തും വിലയേരത്നങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു സഭയാണ്. ആ സഭയാണ് ദൈവമക്കളെ ഇന്ന് തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അനേക ആളുകൾ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, ദൈവകൽപ്പന യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവത്തിന്റെ മക്കളെ ചേർപ്പാൻ ഇതാ യേശു വേഗം വരുന്നു. അതാണ് വെളിപാട് പുസ്തകം 6-ാമത്തെ 12-ാം വാക്യം വായിക്കുമ്പോൾ, അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ. അതിന്റെ 15-16 വാക്യം വായിച്ചാട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, സഹസ്രാധിപന്മാരും സഹസ്രാധിപന്മാരും ധനവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് പാറകളോടും അവർ മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ സിംഹാസനത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഖം കാണാതെ വണ്ണവും, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും, കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ. നിൽപ്പാൻ കഴിയും? ആർക്ക് നിൽക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സ്വർഗത്തിൽ ദൈവകൽപ്പനയിൽ യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് ശബദനുഷ്ഠിച്ച്, അതേ വേർപാടനുഷ്ഠിച്ചുകൊണ്ട് യേശുക്രിസ്തു രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ വിശുദ്ധിയോട് ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് ശബദെന്ന അടയാളം സ്വീകരിച്ച ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുമ്പോൾ, അതല്ല മനുഷ്യനിർമ്മിതമായ മനുഷ്യകൽപ്പനക്കാണ് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയ ദൈവജനമേ, നിങ്ങൾ അപകട മേഖലകളിലാണെന്ന് ഓർത്തുകൊണ്ട് അവിടെ നിന്നോട് രക്ഷപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലം ഞായറാഴ്ച ആരാധന കൂട്ടങ്ങളെ വിട്ടെറിഞ്ഞിട്ട് യേശുക്രിസ്തുവിൽ ആവിഷ്കരിച്ചതായ, യേശുക്രിസ്തു നടപ്പിലാക്കിയതായ, യേശുക്രിസ്തു എഴുതപ്പെട്ടതായ ദൈവകൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നതായ ശബദ ആരാധനയെ ആരാധിച്ചതുകൊണ്ട് ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിപ്പാൻ നിൽക്കണം ആഗ്രഹിക്കുന്നുവോ? എന്റെ കയ്യിൽ വലിയ ട്രാക്ട് ഉണ്ട്. പ്രിയ ദൈവമക്കളെ, സംശയമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ശബദാനെ പരാമർശിക്കുന്ന 100 വേദപുസ്തക സത്യങ്ങൾ എന്റെ പക്കലുണ്ട്. സെവന്തിരണ്ടു സഭ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ 100-ലധികം സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതായ വേദപുസ്തക സത്യങ്ങൾ, അതും ശബദിനെ കുറിച്ച് ദൈവകൽപ്പനയെ കുറിച്ച് വിളിച്ചു പറയുന്നതായ ഈ ട്രാക്ട്സ് നമ്മുടെ കൈവശമുണ്ട്. കാരണം ഇതിലടങ്ങിയ മുഴുവനും പറയുവാൻ സഭയിൽ നമുക്ക് പോരാ. നിങ്ങൾക്ക് ആ സത്യം അറിയണമെങ്കിൽ, കുറച്ചുകൂടെ സത്യം അറിയണമെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ സത്യമടങ്ങിയതായ ട്രാക്ട്സുകൾ, ബുക്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ നൽകുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർക്ക് ശബദാരാധനയുണ്ട്, അവന് 10 കൽപ്പനയുണ്ട്, യേശുക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ. ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവസരമായി പറഞ്ഞു നിർത്തട്ടെ. പ്രിയ സഹോദരന്മാരെ, നാം ആയിരിക്കുന്നത് എവിടെയാണ് ഒന്ന് പുനഃപരിശോധിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് പലരും ആരാധിച്ച് പറയുന്നത്, കളിയാക്കി പറയുന്നത്, സെവന്തിരണ്ടൂസാർക്ക് എന്തില്ല, പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരുടെ ദൈവകൽപ്പന യേശുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ യേശുവിന്റെ അനുയായികളാണ്. യേശുവാണ് നമുക്ക് കൽപ്പന നൽകിയത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യോഹന്നാൻ
14:15 യോഹന്നാന്റെ സുവിശേഷം 16-15 വാക്യം പറഞ്ഞത് ഇന്ന് അനേക ആളുകളും ഇന്ന് ലോകവ്യാപകമായി പ്രവർത്തന സഹോദര സഭയെ കളിയാക്കുന്നവരുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാ ആർക്കാണ് പരിശുദ്ധാത്മാവുള്ളത്? ഏത് സഭയ്ക്കാണ്? ആരെ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവുള്ളത്? വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 14:15. നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു പറയാൻ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാത്തുകൊള്ളും. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് പറയും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത്, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അവൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ദൈവകൽപ്പന അനുസരിക്കുന്നത് മാത്രമേ എന്തുള്ളൂ? പരിശുദ്ധാത്മാവ് ഉള്ള. അപ്പൊ ദൈവകൽപ്പന യേശുവിന്റെ വിശ്വാസം കാത്തുള്ളത് എന്തുള്ളത്? പരിശുദ്ധാത്മാവുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ സത്യം അറിയാതെ നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത് യോഹന്നാൻ 8:32. സത്യം നിങ്ങൾ അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങൾ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. ഈ സത്യം അറിയാത്ത ഏക കാരണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആമേൻ. നല്ലവണ്ണം നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, വലിയ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, അത്ഭുതങ്ങളെ വീര്യപ്രവൊക്കെ ചെയ്യുന്നുണ്ട്. യേശു പറയുന്നുണ്ട് അവസാന നാളിൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, കൽപ്പന ലംഘിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് ആ നാളിന് തീർത്ത് പറയും. പ്രിയ ദൈവമക്കളെ, ഇവിടെ വലിയൊരു പരാജയം നേരിടാൻ പോവുകയാണ്. അനേക ദൈവത്തിന്റെ ദാസന്മാരെന്ന് അഭിമാനിക്കുന്നവര്, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്, വ്യാജമായി ആരാധിക്കുന്ന ദൈവമക്കൾക്ക് എന്ന് അഭിമാനിക്കുന്നവർക്ക് വലിയ ഒരു ആപത്ത്, വലിയൊരു അപകടത്തിലേക്ക് അവർ കടന്നു പോവുകയാണ്. എന്നാൽ ആ അപകടത്തിൽ നിന്ന് വിടിവിപ്പാനായി യേശു നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മകനെ, മകളെ, ദൈവകൽപ്പന അനുസരിപ്പാൻ, ശബ്ദനിട്ടിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ, സ്തോത്രം. യേശു പ്രകാരം പറയുന്നത്, ഞാനിതാ വാതിൽക്കന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടി എന്ത് ചെയ്യും? അത്താഴം കഴിക്കുന്ന ഒരു സുദിനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവസാനമായി ഞാൻ പറയട്ടെ, ദൈവകൽപ്പന അനുസരിപ്പാൻ, യേശുവിനോട് വിശ്വാസം കാത്തുകൊള്ളുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ, ഞങ്ങളുടെ തൊട്ടിടങ്ങളില് പലയിടങ്ങളിലായി സമുദ്ര സഭകൾ സ്ഥാപിതമായിട്ടുണ്ട്. ഈ ദേശത്തിന്റെ രക്ഷാപേടകമായി ഇന്നും സ്തുതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും ചോദിക്കുവാനും വേദപുസ്തക സംബന്ധമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സഭകളിൽ നിങ്ങൾ സന്ദർശിച്ചാൽ, സമീപിച്ചാൽ ഇതിനേക്കാൾ അധികമായി നിങ്ങൾ കേൾക്കുവാനും അല്ലെ പഠിക്കുന്നതിനും സാധിക്കും. അവസാനമായി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പ്രിയ മക്കളെ, പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദാനുഭവമുണ്ട്. ആരും അനുസരണക്കേട് കാണിക്കാതെ ആ സമദൃഷ്ടാന്തത്തിലും വീഴാതിരിക്കേണ്ടതിന് അതിവേഗം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സഹിക്കാം. ഹല്ലേലൂയ. റോമ സാമ്രാജ്യം ആവിഷ്കരിച്ചതായ എല്ലാ ഞായറാഴ്ച പള്ളികളെയും കൂട്ടങ്ങളെയും വിട്ടെറിഞ്ഞിട്ട് ആമേൻ, ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധ ശാബത അനുഷ്ഠിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ദേശത്തുള്ള ദൈവമക്കൾക്ക് വേണ്ടി, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആർക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സത്യം ഒരുപക്ഷെ നാളെ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വരുമായിരിക്കാം. പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവകൽപ്പന അനുസരിക്കുക, അതേ വിശുദ്ധ ശബ്ദം അനുസരിക്കുക. ദൈവത്തിന്റെ ആരാധന യേശുക്രിസ്തു എപ്രകാരം ആരാധിച്ചതോ, യേശുക്രിസ്തു ഏത് പള്ളിയിൽ പോയോ ആ പള്ളിയിലാണ് ഞാൻ പോകേണ്ടത്. ആ യേശുക്രിസ്തു എങ്ങനെ ആരാധിച്ചതോ ആ ആരാധനയാണ് ഞാൻ പിന്തുടരേണ്ടത്. മനുഷ്യനിർമ്മിതമായ കൽപ്പനകളല്ല ആരാധിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ മാതൃക നാം സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണുവെങ്കിൽ, അതിന് നിങ്ങൾ അതേ സ്തോത്രം, അതിന് തയ്യാറാണുവെങ്കിൽ, അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിൽ സമർപ്പിക്കുക.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്നേഹസ്വരൂപനും ശക്തിസ്വരൂപനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇതുവരെ കർത്താവേ ഞങ്ങൾക്ക് അതിമനോഹരമായ ഈ സമയത്ത് ഈ ചരിത്ര പ്രസിദ്ധമായ പുഴൂർ ശാലയില് ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുവാൻ ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനിർമ്മിതമായ റോമ സാമ്രാജ്യത്തിന്റെ ആ കർത്താവെ ആരാധനകളും അവരുടേതായ വിധികളും കൽപ്പനകളും നിയമങ്ങളും ഇന്ന് ലോകവ്യാപകമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിർബന്ധിതമായ ആരാധനയോട് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ, യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിപ്പാൻ, ശബദിനെ ആരാധിപ്പാൻ കഴിയാതെ ഇന്ന് മനുഷ്യൻ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. എവിടെ പോയാൽ, ഏത് പള്ളിയിൽ പോയാൽ സ്വർഗത്തിൽ പോകാം. ഇങ്ങനെ ആളുകൾ പരപ്പം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു പ്രകാരം പറയുന്നത്, അപ്പോസ്തലനായ പൗലോസും പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോസ്തലനായ പൗലോസും പറയുക, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദ അനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ദേശക്കാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശനിവാസികൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ഒരുപക്ഷെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ, ഒപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാർ അനുഗ്രഹിപ്പാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈവിലൂടെ ലോകവ്യാപകമായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെലൻ സെലൻ പ്രിയ സഹോദരന്മാരെ, അത് നിങ്ങളുടെ സർക്കിൾ ലീഡർ പാസ്റ്റർ എം രാജു, മറ്റു ഭാഷന്മാരെല്ലാവരും, സഹോദരി സഹോദരന്മാർ എല്ലാവരും ഞങ്ങളുടെ പരസ്യയോഗത്തിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടെ ദേശത്ത് വന്നു ഈ പരസ്യയോഗം മൃതമായി പോയെന്ന് നീവായി പരിണയാകല്ലേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്താരെങ്കിലും കർത്താവെ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അവിടെ രോഗങ്ങളെ വിട്ടുമാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സന്തോഷത്തിനായി, ഈ ദേശത്തിന്റെ സമാധാനത്തിനായി, ഈ ദേശത്തിന്റെ സമൃദ്ധിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അത്ഭുതകരമായി നാട്, വീട്, ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടായി ദൈവത്തിന് സ്തോത്രം. കാലാവസ്ഥ അനുകൂലമാക്കിയതായി അങ്ങ് നന്ദി പറയുന്നു. സകലമാരും മഹത്വം എടുക്കണം, കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണം. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം. സ്വർഗീയ നല്ല ദൈവമേ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂത് അവിടെ ദാസനിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദേശത്ത് കേൾപ്പിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൂത് ഈ പരിസരങ്ങളിൽ നിന്നുകൊണ്ട്, വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട്, കടകളിൽ ഇരുന്നുകൊണ്ട് ശ്രമിച്ചതായ എല്ലാ ദൈവമക്കൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അത് സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയതായ ഈ സത്യവേദ പുസ്തകം, ആ വേദപുസ്തകത്തിലെ സത്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ അവിടെ ദാസൻ വെളിപ്പെടുത്തിയത്. ഇത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ സത്യത്തിന്റെ ആ ശരിയായിട്ടുള്ളതായ മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നാണ്. ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ആ സത്യമാണ് ഇന്നിവിടെ ഈ ദേശത്ത് അറിയിപ്പാനിടയായി. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പ് ഘോഷിച്ചതായ അവിടുത്തെ ദാസനെയും കർത്താവ് ശക്തീകരിക്കട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തിലെ കർത്താവ് ഈ ദേശത്ത് നിന്നും കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ദൂത് ശ്രമിച്ചവരിൽ ആരെങ്കിലും കർത്താവിനെ എതിരേൽക്കുന്നുള്ള കൂട്ടത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നൽകിയത് അവിടെ ദാസൻ ഒന്നുകൂടെ നന്ദി പറയട്ടെ. കേട്ടുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ശുശ്രൂഷയുടെ അവസാനമായിട്ട് വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചു എന്ന പാട്ട് പാടിയതിനു ശേഷം നമ്മുടെ സീനിയർ ക്ലാസ്സായിരിക്കുന്ന നടരാജൻ അവർക്കുമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പാടാം. വരുവിൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വീഴ്നാള ഭാരത
തേടിടുകിൽ മിന്നതിൽ നിന്നെ ചേർത്തിടുമേ വരുവിൽ നീ നല്ല സമയം വൃഥാവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നിന്നെ യേശു വിളിച്ചിടുന്നു ഉലകമായ അഴപ്പ് സമയം അത് നമ്പാതെ മയക്കും നിന്നെ ഉലകമായ അഴകും സമം അത് നമ്പാതെ മയക്കും നിന്നെ മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ രക്ഷകനെ വരുവിൽ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നിന്നെ യേശു വിളിച്ചിടുന്നു വനത്തിൻ കീഴേ ഭൂമി മീതെ വനവനേശു നാമമല്ലേ വനത്തിൻ കീഴേ ഭൂമി മീതെ വനവനേശു നാമമല്ലേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ വരുവിൽ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നിന്നെ യേശു വിളിച്ചിടുന്നു സത്യവചനം കേട്ടുനിവാ നിത്യജീവൻ നിനക്കേകിടുമേ സത്യവചനം കേട്ടുനിവാ നിത്യജീവൻ നിനക്കേകിടുമേ നിൻപേര് ജീവ പുസ്തകത്തിൽ ഉന്മയെഴുതിടുമേ വരുവിൽ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നിന്നെ യേശു വിളിച്ചിടുന്നു വരുവിൽ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു നിന്നെ യേശു വിളിച്ചിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ശബ്ദനും കർത്താവായ ഞങ്ങളുടെ നല്ല ദൈവമേ, വിശുദ്ധ ശബ്ദത്തിന്റെ ഈ വൈകിയ വേളയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നിനക്ക് നഷ്ടപ്പെട്ട ഈ ശബ്ദത്തിന്റെ അനുഭവം ഇനി നീ ഇത് തുടരാതെ തിരിച്ചു വരണമെന്ന് പ്രഖ്യാപിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്റെ ദാസമകനിലൂടെ ഈ ദേശത്തെ കേൾപ്പിച്ച കൃപക്കായി സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിവിധ ദേശങ്ങളിലും വിവിധ ദൈവാലയങ്ങളിലും ദൈവത്തിന്റെ വചനം ഘോഷിച്ചതിന് ശേഷം ഈ ദേശത്തിനൊരു നല്ല ദൂത് നൽകിയ ഈ ദേശത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ സഭയിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠദാസനെ അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടതായ ഈ ദേശത്തിന് വന്നുകൊണ്ടിരുന്നതും യാത്രയിലായിരുന്നതും ബസ്സിന് കാത്തുനിന്നതും ആട്ടോക്കാരായിരിക്കുന്നവരും കടയിലായിരിക്കുന്നവരും പർച്ചേസിങ്ങിനായിരിക്കുന്നവരും യാത്ര ചെയ്യുവാൻ കടന്നു വന്നവരുമായ എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നും ദൈവത്തിന്റെ വചനം ഈ ദേശത്ത് ഈ ജംഗ്ഷനില് ഘോഷിക്കുന്നുണ്ട്.
ഈ ഇവിടെ ആയിരിക്കുന്ന ഓരോ കടക്കാരെ പേരായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റെല്ലാ ബിസിനസ്സുകാരെയും ഓർക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. അതുപോലെ ടാക്സിക്കാരായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേൽ ഈ ദൂത കേൾപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. ഇനിയും ഇതുപോലെ നിന്റെ ദാസമക്കളോടൊപ്പം ചേർന്നോ ദൈവത്തിന്റെ വചനങ്ങളെ പങ്കുവയ്ക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം പകരുവാനും ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ പ്രാർത്ഥന കേട്ട ഈ വചനങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. നല്ല ദൈവമേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷത്തും വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലപ്പെടുന്നല്ലോ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുലിയൂർ ദേശത്തിൽ മേല് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വചനം കേട്ടതായ എല്ലാവരെയും ദൈവനാമത്തില് സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ഓട്ടോ ഡ്രൈവേഴ്സിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ വ്യാപാരി വ്യവസായികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ഞങ്ങൾ ഈ പ്രദേശത്തിന്മേല് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പന്നക്കും ഞങ്ങൾ കടന്നു വരും എന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ ഘോഷിച്ചതായ ദൈവത്തിന്റെ ശ്രേഷ്ഠദാസനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പങ്കെടുത്തതായ എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ലോകവ്യാപകമായിട്ട് അറിയിക്കുന്നൊക്കെ വണ്ണം കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ കേൾപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതായ ദിവസം ശനിയാഴ്ചയാണ്. ശബത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു ശബത്തിൽ ദൈവത്തെ ആരാധിച്ചു. അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ച് ശബത്തിലാണ്. പിന്നെ എങ്ങനെ ഈ